മുൻവാർത്തകൾ തുടരുന്നു. അനുജ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, അതായത് ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചില ചർച്ചകൾ അത് ലീഗിന് കൊടുക്കുമോ, ലീഗ് അത് ആവശ്യപ്പെടുമോ എന്നൊക്കെ. എന്തായാലും അത്തരത്തിലൊരു പ്രഷർ ഗ്രൂപ്പ് ആകാൻ ഇപ്പോൾ തൽക്കാലം ലീഗ് ഇല്ല എന്നുള്ളതാണ് അവരുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം. ഉപമുഖ്യമന്ത്രി സ്ഥാനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് UDF-നെ സമ്മർദ്ദത്തിലാക്കില്ലെന്ന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ 24-നോട് പറഞ്ഞു. ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് നിലവിലെ സാഹചര്യത്തിൽ അർഹതയുണ്ടെങ്കിലും മുന്നണിയെ പ്രതിസന്ധിയിലാക്കാനില്ല. കൂടുതൽ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷ അണികൾക്കുണ്ടെന്നും പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഇത്ര വലിയൊരു വിജയം അങ്ങടക്കം പ്രതീക്ഷിച്ചിരുന്നു? കാരണം യുവനിരയിലടക്കം നമ്മൾ മത്സരിപ്പിച്ച മുഴുവൻ പേരും വിജയിച്ചു പോരുന്ന സാഹചര്യം ഉണ്ടായി. ഈ വിജയം പ്രതീക്ഷിച്ചതായിരുന്നു? തീർച്ചയായും ഒരു പ്രതീക്ഷിച്ച വിജയമായിരുന്നു. നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു നല്ലൊരു വിജയമുണ്ടാവും, ഒരു വലിയ കൊടുങ്കാറ്റ് വീശും എന്ന് തന്നെ ഞങ്ങളൊക്കെ കണക്കാക്കിയതാണ്. അതാണ് 100 സീറ്റ് കിട്ടും എന്നുള്ള ടീം UDF-ൻ്റെ ഒരു പ്രവചനം. അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കേരളത്തിൽ നേരത്തെ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു വിഭജനത്തിൻ്റെയും അതുപോലെ സാമുദായിക ഐക്യം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ പല ഭാഗങ്ങളൊക്കെ നടന്നപ്പോൾ അതിനൊക്കെ എതിരെയുള്ള ഒരു ശക്തമായ ഒരു വിധേയത്തായിക്കൊണ്ട് അതിനുള്ള മറുപടി ആയിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ജനവിധി നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത, മുസ്ലിം ലീഗ് ഒരു അനിഷേധ്യ രാഷ്ട്രീയ കക്ഷിയായിട്ട് മാറുകയാണ്. കാരണം 27 സീറ്റിൽ മത്സരിച്ച് 22 എടുത്ത് വെച്ച് ഏതാണ്ട് 85% വിജയ സാധ്യത എന്നൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു നിർണായക ശക്തിയായി മാറുകയാണ്. ഇനിയിപ്പോൾ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്കൊക്കെ പോവുകയാണ്. ഒരു തർക്കങ്ങളില്ലാതെ വളരെ രമ്യമായിക്കൊണ്ട് ഈ ചർച്ചകൾ പൂർത്തീകരിക്കണം എന്ന് തന്നെയല്ലേ ലീഗിൻ്റെ ആഗ്രഹം? തീർച്ചയായും ഇതൊരു ആവേശം എന്നതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ ഉത്തരവാദിത്തമായി കൊണ്ടാണ് UDF-ഉം മുസ്ലിമും ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുക എന്നുള്ളത് ജനങ്ങൾ ഞങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു വിശ്വാസം, അത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നിർവഹിക്കുക. അതിന് വേണ്ട രീതിയിൽ വളരെ സൗഹൃദപരമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ അവസരത്തിൽ നമ്മൾ അനാവശ്യമായ യാതൊരു ക്ലെയിമുകളോ അല്ലെങ്കിൽ ഇന്നത് വേണം എന്നുള്ള വാശിയൊന്നുമില്ലാതെ എല്ലാവരുമായി ചർച്ച ചെയ്ത് ഒരു സമവായത്തിലൂടെ നല്ലൊരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച് ഒക്കെ ഇനിയിപ്പോൾ അവർക്ക് അഭിമാനത്തോടു കൂടി ആവശ്യപ്പെടാം UDF-ൽ. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം UDF-ന് മുന്നിൽ മുസ്ലിം ലീഗ് വെക്കുമോ? ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് PK കുഞ്ഞാലിക്കുട്ടി വരണമെന്നൊക്കെ ഞങ്ങളുടെ അണികളുടെ വലിയ ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ UDF-ൽ ലീഗ് വെക്കും? അല്ല, ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ജനങ്ങളുടെ വികാരം കണക്കിലെടുക്കും. അത് UDF-ൽ ഞങ്ങളുടേതായ കാര്യങ്ങൾ, ഞങ്ങൾ ഇത്രയും സീറ്റ് കിട്ടി എന്ന നിലയിലുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവരെ ഒരു പ്രഷർ ഗ്രൂപ്പായി നിൽക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ആര് മന്ത്രിയാവണം, ആര് മുഖ്യമന്ത്രിയാവണം, ആര് ഉപമുഖ്യമന്ത്രിയാവണം എന്നുള്ള ചർച്ചയ്ക്കല്ല ഇവിടെ പ്രാധാന്യം. ഇവിടെ നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നതിനനുസൃതമായ രീതിയിൽ ഇവിടെ അധികാര വികേന്ദ്രണം നടത്തണം. അതിനുള്ള രീതിയിലുള്ള എല്ലാ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. അപ്പോൾ അത് ലീഗിനുണ്ടായിട്ടുള്ള വലിയ വിജയം അടക്കം തന്നെ ഇനിയുള്ള തുടർ നീക്കങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ തുടർ നീക്കങ്ങൾ എന്ത് എന്നുള്ള കാര്യങ്ങളാണ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയത്. മുഹമ്മദ് അർഷാഖിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.